പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്ത് കർത്താവിനെ വാഴ്ത്തുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ വിദേശ പ്രയർ ലൈനിലൂടെ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൽ എന്റെ ഏറ്റവും പ്രിയരായ ദൈവമക്കൾ, കർത്താവിന്റെ മഹത്വമുള്ള മുദ്രത്തോട്ടത്തിന് അഹോരാത്രം പണിയെടുക്കുന്ന കർത്താവിൽ വിശ്വസ്തരായ, അനുഗ്രഹീതരായ, ആദരണീയരായ, ബഹുമാന്യരായ കർത്താവിന്റെ അഭിഷിക്തന്മാർ, അവരുടെ കുടുംബങ്ങൾ, വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ശബ്ദമരുതിയും ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുവാൻ പോകുന്ന നസറേയനായ യേശുക്രിസ്തുവിന്റെ മാധുര്യമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവും വന്ദനങ്ങളും നിങ്ങളെ അറിയിക്കുകയാണ്. ബെഥെസ്ദ പ്രയർ ലൈനിലൂടെ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ അടുക്കൽ എത്തുവാൻ ദൈവം എനിക്ക് ജീവിതത്തിൽ നൽകിയ ആയുഷിനും ആരോഗ്യത്തിനും ദൈവകൃപയ്ക്കും കരുതലിനുമായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇങ്ങനെ അവസരമൊരുക്കിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജു അവരുകളോട്, അദ്ദേഹത്തിന്റെ കുടുംബത്തോട്, അതിന് മുഖാന്തരമായി തീർന്ന പാസ്റ്റർ രഞ്ജൻ ജോർജ് അവരുകളോട്, അദ്ദേഹത്തിന്റെ കുടുംബത്തോട്, സഭയോട് ഒക്കെയുള്ള നന്ദി പ്രത്യേകം ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. കഴിഞ്ഞ 3 ആഴ്ചയിലധികമായി ഈ പട്ടണത്തിൽ ഒക്ലഹോമ സിറ്റിയിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രഞ്ജൻ ജോർജ് അവരുകളോടുകൂടെ പാർത്തുകൊണ്ട് ആ സഭയുള്ള ബന്ധത്തിൽ നിരന്തരമായ പ്രാർത്ഥനയിലും കൂട്ടായ്മയുടെ ബന്ധത്തിലും ദൈവവചന ശുശ്രൂഷയിലുമായിരിക്കാൻ കർത്താവിനിക്ക് അവസരം നൽകി. ദൈവം നാളെ വൈകുന്നേരം ഞാൻ ഇവിടുന്ന് ഫ്ലോറിഡയിലേക്ക് യാത്രയാകുന്നു. അവിടെ ദൈവമേൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് അവിടുന്ന് ന്യൂയോർക്കിലേക്കും അവിടെ നാട്ടിലേക്കും മടങ്ങുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച ഒത്തിരി ദൈവമക്കൾ ഈ അമേരിക്ക പട്ടണത്തിലുണ്ട്, ഈ രാജ്യത്തുണ്ട്, ഈ ഒക്ലഹോമയിലുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു. തുടർന്നും എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓർക്കുവാൻ ഒരുപക്ഷെ കഴിയില്ല. എത്രയോ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രേരണ തരുമ്പോൾ, അങ്ങനെ ദൈവാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുമ്പോൾ എല്ലാവരെയും ശുശ്രൂഷയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ സമയം ദൈവവചന ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 5, 6 മുതൽ 7, 8 വാക്യങ്ങളാണ് ഇന്ന് രാവിലെ ദൈവവചന ചിന്തയ്ക്കായി നാം ശ്രദ്ധിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൽ 7, 8 വാക്യങ്ങൾ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കുന്ന ശാന്തസുന്ദരമായ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങി ഞങ്ങൾക്ക് സുഖകരമായ ഉറക്കം നൽകി ഞങ്ങളെ ആരോഗ്യത്തോടെ ആയുസ്സോടെ ഉണർത്തി തിരുമുഖം ദർശിക്കുവാൻ ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. രാവിലെ അക്ഷരികമായി ആത്മീയമായി ഒക്കെ അങ്ങയുടെ മുഖശോഭ കാണിക്കവണ്ണം, അങ്ങയുടെ ശബ്ദം കേൾക്കത്തക്കവണ്ണം, അങ്ങേ ഒരിക്കൽ കൂടെ ഒരുമിച്ച് മഹത്വപ്പെടുത്തത്തക്കവണ്ണം ഞങ്ങൾക്ക് ആയുസ് നൽകിയതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെപ്പോലെ കഴിഞ്ഞ രാത്രി ഉറങ്ങുവാൻ പോയ അനേകർ നിത്യവിശ്രമത്തിലേക്ക്, നിത്യ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവരറിയാതെ അനേകർ മരണത്തിന് കീഴടങ്ങിയപ്പോൾ, ഇടുങ്ങിയ ശവക്കുഴിയിലേക്ക് അവർ ഇറങ്ങിപ്പോയപ്പോൾ, മരിച്ചവരും മൗനതയിൽ ഉറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കർത്താവെ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ ദൈവത്താൽ ഒരുക്കപ്പെട്ട വിലപ്പെട്ട അനുഭവങ്ങൾക്കായിട്ട് സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങൾ തിരുവഴുത്തിന്റെ മുന്നിലായിരിക്കുമ്പോൾ അവർ തൃക്കാൽക്കൽ ഇരുന്നു തിരുവചനങ്ങളെ പ്രാപിച്ചു. അഗ്നിമയമായ ഒരു പ്രമാണം അവന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്ന് തിരുവഴുത്തിൽ വായിക്കുന്നത് പോലെ തൃക്കാൽക്കൽ ഇരിക്കുന്ന ഞങ്ങൾക്ക് തിരുവചനങ്ങളെ വിളമ്പി തരുവാൻ അങ്ങയുടെ ഭണ്ഡാരത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് രാവിലെ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്ന പകലാക്കി ദൈവം മാറ്റണമേ. ഈ പ്രയർ ലൈന്റെ പ്രവർത്തനങ്ങളെ, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അനുഗ്രഹീതരായ ദൈവഭക്തന്മാരെ, വിശേഷിച്ച് കർത്തൃദാസന്റെ കുടുംബത്തെ, ഈ പ്രയറിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും, ദൈവശബ്ദം കേൾക്കുന്ന സകല ജീവിതങ്ങളെയും ഇന്ന് മകൾ ഒന്നിച്ച് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷിപ്പാൻ എന്റെ ദാസൻ എന്ന നിലയിൽ ഇവന് കൃപ നൽകണമേ. പ്രാർത്ഥന കേട്ട സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇടയ്ക്ക് എന്തോ ഡിസ്റ്റർബൻസ് ഉള്ളതുപോലെ തോന്നുന്നു. കേൾക്കാമോ? ഹലോ, കേൾക്കാം പാസ്റ്റർ. ഓക്കെ ഓക്കെ ഓക്കെ.
എനിക്ക് ചില ദിവസങ്ങളായിട്ട് ഈ തണുപ്പടിച്ചതെന്ന് തോന്നുന്നു, ഇത്തിരി ചുമയുടെ പ്രയാസമുണ്ട്. ഇടയ്ക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ദയവായി ക്ഷമിക്കണം. മാക്സിമം അതില്ലാതിരിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലത്തൊരിക്കൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥനയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന അനവധി വേദഭാഗങ്ങൾ വിശുദ്ധ തിരുവഴുത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം മുതൽ നമുക്കത് പഠിക്കുവാനും വായിക്കുവാനും കഴിയുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രാർത്ഥനയെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രസംഗം തയ്യാറാക്കാം. പ്രാർത്ഥന എന്ന വിഷയം സംബന്ധിച്ച് അതിനൊത്തിരി പോയിന്റുകൾ, ഒത്തിരി ഉപപോയിന്റുകൾ, അതിന് ഒത്തിരി ഡെഫിനിഷനുകൾ ഒക്കെ നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയും. നന്നായി ഒരു പ്രസംഗം അവതരിപ്പിക്കുവാനായിട്ട് കഴിയും, ഒരു സിംബോസിയം അവതരിപ്പിക്കുവാനായിട്ട് കഴിയും, ഒരു പ്രബന്ധം അവതരിപ്പിക്കുവാനായിട്ട് കഴിയും. തുടർമാനം നമുക്ക് വേണമെങ്കിൽ മാഗസിനുകളിലോ മാസികകളിലോ തുടർമാനം പ്രാർത്ഥനയെ കുറിച്ചൊരു ലേഖനം എഴുതുവാനായിട്ട് കഴിയും. പ്രാർത്ഥിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. പക്ഷേ പ്രാർത്ഥന എന്നുള്ളത് അല്പം വില കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ, പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിക്കുന്ന, പ്രാർത്ഥിക്കണം എന്ന് മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യുന്ന, പ്രാർത്ഥനയെക്കുറിച്ച് ലേഖനം എഴുതുന്ന എത്ര ആളുകൾ പ്രാർത്ഥിക്കാതെ പ്രസംഗിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. വേണ്ടും പോലെ പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഇവിടെ ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുമ്പോൾ യേശുവിന്റെ സ്വഭാവം നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. പകൽ മുഴുവൻ തന്റെ 3.5 വർഷത്തെ തന്റെ ശുശ്രൂഷ കാലയളവിൽ പകൽ സമയങ്ങൾ വിശ്രമമില്ലാതെ ശിഷ്യന്മാരുമായി പുരുഷാരത്തോട്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അന്ന് ഇതുപോലത്തെ സിസ്റ്റങ്ങളൊന്നുമില്ല, മൈക്ക് സിസ്റ്റങ്ങളില്ല, മറ്റു സംവിധാനങ്ങളൊന്നുമില്ലാത്ത മരുഭൂമിയിൽ കൂടി വരുന്ന ആയിരക്കണക്കിന് ആളുകളോട് ശബ്ദം ഉയർത്തി ദൈവവചനം പ്രസംഗിക്കുന്ന യേശു പകൽ മുഴുവൻ താൻ ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്നു. തന്റെ അടുക്കൽ വരുന്ന രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, അത്ഭുതവും അടയാളങ്ങളും ചെയ്യുന്നു. സന്ധ്യയാകുമ്പോൾ ജനം പിരിഞ്ഞു പോകുന്നു. അതിന്റെ കാരണം ഇന്നത്തെ പോലെ ഒരു രാത്രിയോഗം ക്രമീകരിക്കാൻ പറ്റിയ സംവിധാനങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. യേശുവും ശിഷ്യന്മാരും മടങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, വേദപുസ്തകത്തിന്റെ പല ഭാഗത്തും നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു ശിഷ്യന്മാർ വീട്ടിലേക്ക് പോകുമ്പോഴും യേശു പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി എന്നുള്ളതാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു ദൈവദാസന്റെ ജീവിതത്തിൽ അവൻ പ്രാണവായു എന്ന പോലെ അത്യന്താപേക്ഷിതമായ ഒരു വിഷയമാണ് പ്രാർത്ഥന എന്നുള്ളത്. അവൻ ദൈവമക്കൾ ശ്രദ്ധിക്കണം. അവൻ ലോകത്തിൽ ഒരു പക്ഷെങ്കിൽ ഒരു പ്രസംഗികനെ ലോകമറിഞ്ഞെന്ന് വരാം, ഒരു ഉണർവ് പ്രാസംഗികനെ ലോകമറിഞ്ഞുവെന്ന് വരാം, ഒരു രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നവനെ ലോകമറിഞ്ഞെന്ന് വരാം, ഒരു പ്രവാചകനെ ലോകമറിഞ്ഞെന്ന് വരാം, ആമേൻ, വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരെ ലോകമറിഞ്ഞെന്ന് വരാം. പക്ഷെ ഒരു കാര്യം ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ചു, പ്രാർത്ഥിക്കുന്നവനെ ലോകമറിഞ്ഞുവെന്ന് വരികയില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാം, അത് പ്രാർത്ഥിക്കുന്നവനെ 2 പേർ നിശ്ചയമായി അറിയുന്നുണ്ട്. ഒന്ന് പിശാചും ഒന്ന് ദൈവവും. സ്തോത്രം. ഇന്ന് പകലിൽ ഞാൻ ദൈവമക്കളോട് പറയട്ടെ, പ്രാർത്ഥിക്കുന്നതിന്റെ ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ കോണുകളിൽ ഇരുന്നുകൊണ്ട്, ഏതെങ്കിലും കുറ്റമുറികളുടെ ഉള്ളറകളിരുന്നുകൊണ്ട് രാപ്പകൽ ദൈവത്തോട് നിലവിളിക്കുന്ന, ദേശത്തിന്റെ വിടുവന് വേണ്ടി, വ്യക്തികളുടെ വിടുവന് വേണ്ടി, കുടുംബങ്ങളുടെ ഉദ്ധാരണത്തിനു വേണ്ടി, തലമുറകളുടെ മാനസാന്തരത്തിനു വേണ്ടി, പട്ടണങ്ങളുടെ വിടുവന് വേണ്ടി, ന്യായവിധിയിൽ നിന്ന് ജനം ഒഴിഞ്ഞു പോകേണ്ടതിന് ആരും പണം കൊടുത്തിട്ടല്ല, ആരും പ്രത്യേകം ചുമതലയേൽപ്പിച്ചിട്ടല്ല, ആരും ഉത്തരവാദിത്വങ്ങൾ കൊടുത്തിട്ടല്ല, എവിടെയെങ്കിലും പേര് പ്രസിദ്ധമാകുമെന്ന് കരുതിയിട്ടല്ല, നാം അറിഞ്ഞുമറിയാതെയും ആയിരക്കണക്കിന് പാവപ്പെട്ട ദൈവമക്കൾ, സാധുക്കളായ അനേക മാതാക്കൾ, പിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, അവർ രഹസ്യമായി അവരുടെ ഭവനങ്ങളിൽ അവരായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഇരുന്നുകൊണ്ട് കരയുന്നു, പ്രാർത്ഥിക്കുന്നു, നിലവിളിക്കുന്നു, ഉപവസിക്കുന്നു, ആത്മനമനം ചെയ്യുന്നു എന്നുള്ള സത്യം ഇന്ന് പകൽ നാം മനസ്സിലാക്കണം. പലപ്പോഴും നമുക്ക് ആ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എന്തിന് നമ്മുടെ വിഷയങ്ങൾ പോലും ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ കഴിയാത്തതുകൊണ്ട് ആ ചുമതല പോലും മറ്റാരെയെങ്കിലും ഏൽപ്പിച്ച് നാം വളരെ സ്വാതന്ത്ര്യത്തോടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ദൈവത്തോട് പറയട്ടെ, എന്റെ വിഷയത്തിന് എന്നോളം വേദന മറ്റൊരാൾക്കുണ്ടാകുകയില്ല.
മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എന്റെ വിഷയത്തിന്റെ വേദന എനിക്കറിയാവുന്നിടത്തോളം, എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നിടത്തോളം മറ്റാർക്കും അറിയുവാൻ കഴിയുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. ആമീ, സ്തോത്രം. ദൈവമക്കൾ ശ്രദ്ധിക്കണമേ. നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ്, അതിന്റെ വേദനയുടെ ആഴം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമെന്ന് മാത്രമേ ദൈവപ്രവൃത്തി അതിന്റെ നിലയിൽ വിടുതലുകളായി വെളിപ്പെട്ടു വരികയുള്ളൂ എന്ന സത്യം നാം തിരിച്ചറിയണം. നമ്മുടെ കാലത്തുപെട്ട കർത്താവ് ഈ സുവിശേഷത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മൂന്ന് സ്ഥലത്ത് പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുകയാണ്. വളരെ വ്യക്തമായി താൻ പറയുകയാണ്. ഒരു സ്ഥലത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രാത്രിയിൽ പകൽ മുഴുവൻ ശുശ്രൂഷ കഴിഞ്ഞിട്ട് അവിടെ ഒരു വലിയ ശുശ്രൂഷ 3 ദിവസമായി തുടർമാനമായി ചെയ്തിട്ട്, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായി തുടർമാനം ശുശ്രൂഷ കഴിഞ്ഞ് വൈകുന്നേരം ജനത്തെ പറഞ്ഞയക്കണമെന്ന് ശിഷ്യന്മാർ വന്ന് പറയുമ്പോൾ, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് യേശു ശിഷ്യന്മാരോട് പറയുക. അത് വലിയൊരു വിഷയമായതുകൊണ്ട് ഞാൻ അവിടേക്ക് ഇപ്പോൾ രാവിലെ പ്രവേശിക്കുന്നില്ല. ശ്രദ്ധിക്കണമെങ്കിലും ആ പദം പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് നിന്നുകൊണ്ടൊരു വാക്ക് പറയാം. യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോടുകൂടെ നടക്കുന്നവരാണ്. അവർ അപ്പോസ്തലന്മാരെന്ന നിലയിൽ, ശിഷ്യന്മാരെന്ന നിലയിൽ, ഏറ്റവും യേശുവിനോട് അടുത്തിരിക്കുന്നവരെന്ന നിലയിൽ, യേശുവിനോട് കൂടെ നടക്കുന്നവരെന്ന് പറയുന്നവർ, യേശുവിന്റെ കൂടെ നടക്കുകയും ശുശ്രൂഷിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർ. അവരെന്താണ് ചെയ്തതെന്നറിയാമോ? യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നമ്മൾ ഇവിടെ മരുഭൂമിയിലാണ്. ഒത്തിരി തടസ്സങ്ങൾ, ഒത്തിരി പ്രതിസന്ധികൾ മുൻപിൽ ഉണ്ടാകുന്ന ആ വിഷയങ്ങളെ യേശുവിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഒന്നും അറിയാത്ത ഒരു മനുഷ്യനെ പോലെ, ഒരു സാധാരണ പാസ്റ്ററെ പോലെ, അവിടെയുള്ള സംഘാടകരായ ആളുകൾ വന്ന് ദൈവദാസനോട് പറയുന്നത് പോലെ യേശുവിന്റെ അടുക്കൽ ശിഷ്യന്മാരും എന്ന് പറയുകയാണ്. ആദിയോടുകൂടെ അന്തമറിയുന്ന സർവജ്ഞാനിയായ ദൈവത്തിന്റെ അടുക്കൽ, ദൈവപുത്രനായ യേശുവിന്റെ അടുക്കൽ ശിഷ്യന്മാരും എന്ന് പറയുന്നു, ഗുരു, നീ ഒരു കാര്യം ഓർക്കണം, പ്രസംഗം നല്ലതാണ്, ശുശ്രൂഷ നല്ലതാണ്, ജനം വിടിവിക്കപ്പെടും നല്ലതാണ്. പക്ഷേ കഴിഞ്ഞ 3 ദിവസങ്ങളായി നമ്മളിവിടെ മരുഭൂമിയിലാണ് ഇരിക്കുന്നതെന്ന് ഓർക്കണം. ഒരിറ്റി വെള്ളത്തിന് സാധ്യതയില്ല, ഒരു ഭക്ഷണം കിട്ടാനുള്ള വഴികളില്ല, മറ്റൊത്തിരി പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടേണ്ട ആളുകളാണ് അവർ. അതുകൊണ്ട് കഴിഞ്ഞ 3 നാളായിട്ട് നമ്മോടുകൂടെ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുകയാണ്. അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുവാറായിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കുവാറായി, പകൽ കഴിവാറായിരിക്കുന്നു. യേശുവിനോട് പറഞ്ഞു, പകൽ കഴിവാറായി. 2, ഇവിടെ മരുഭൂമിയാണ്. 3, ഈ ജനത്തിന് ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണമെങ്കിൽ അത് വാങ്ങുവാനുള്ള സാമ്പത്തിക ശേഷി നമുക്കില്ല. ദൈവത്തെ ശ്രദ്ധിച്ചു കേട്ടെ. ഈ ശിഷ്യന്മാരെന്താണ് പറഞ്ഞതെന്നറിയാമോ? പലപ്പോഴും ദൈവം നമ്മെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ, ദൈവം നമ്മെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ, ദൈവം നമ്മിൽ ഏൽപ്പിച്ച ദൈവീക നിയോഗങ്ങളെ, ദൈവീക ശുശ്രൂഷകളെ, ഉത്തരവാദിത്വങ്ങളെ പല ഒഴിവുകഴിവുകൾ പറഞ്ഞ്, പല കാരണങ്ങൾ പറഞ്ഞ്, തടസ്സങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. ഇന്ന് പകലും ചിലർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ദൈവ ശബ്ദം ഇന്ന് പകൽ, ആമേ സഹോദര നിന്നോടാ, മാതാവ് നിന്നോട്, ദൈവദാസന് നിന്നോട് ദൈവാത്മാവ് ചോദിക്കുന്നു. ദൈവം നിന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്, ദൈവം നിന്നെ ഒരു മിനിസ്ട്രി ഏൽപ്പിച്ചത്, ദൈവം നിന്നെ ചിലരെ നിന്റെ കയ്യിൽ തന്നത്, ഒരു ദൈവസഭയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്, ഒരു ദേശത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ നിന്റെ സഹോദരങ്ങളെ, നിന്റെ സ്വജനത്തെ, നിന്റെ ഭാര്യയെ, നിന്റെ മക്കളെ, നിന്റെ ഭർത്താവിനെ നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു തന്നു. നീ കൂടെ വസിക്കുമെന്നും കൂടെ നടക്കുമെന്നും, ഞാൻ യേശുവിന്റെ ആളാണെന്നും, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണെന്നും, ഞാൻ ശുശ്രൂഷിക്കുന്നവനാണെന്നും, എന്റെ പേരൊരു അഭിഷേകമുണ്ടെന്നും ഒക്കെ പറയുമ്പോൾ, ഞാൻ യേശുവിനോട് ചേർന്നിരിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയാതെ അത് കൈവിട്ടുകളയാൻ ശ്രമിക്കുന്ന, ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. അവർക്കിത് റിസ്ക്കാണ്, അവർക്കിത് പ്രതിസന്ധിയാണ്, അവർക്കിത് പ്രശ്നമാണ്. ഇത്രയും അധികം ആളുകളെ പോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ചുമതല എനിക്കില്ല, അവരെ പറഞ്ഞയച്ചാൽ പ്രശ്നം അവസാനിക്കുമല്ലോ എന്ന് തോന്നിയിട്ട് യേശുവിനോട് പറഞ്ഞവരെ പറഞ്ഞയക്കണം.
പലപ്പോഴും നമ്മുടെ ചുമതല ഇതല്ലേ? പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരമില്ല, അത് മറ്റുള്ളവരുടെ ജോലിയാണ്. ബെതസ്ഡ പ്രയർ ലൈനുണ്ട്, ഒക്കലഹോമ പ്രയർ ലൈനുണ്ട്, ബോസ്റ്റൺ പ്രയർ ലൈനുണ്ട്, അങ്ങനെ ഒത്തിരി പ്രയർ ലൈനുകളുണ്ട്. അവര് പ്രാർത്ഥിക്കട്ടെ, അവർക്കൊക്കെ സമയമുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല. മറ്റുള്ളവരെ ഏൽപ്പിച്ച് കൈയൊഴിയുന്ന പ്രവണത നാം അവസാനിപ്പിക്കണം. ഇന്ന് പകൽ നമ്മുടെ ഉത്തരവാദിത്വം തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണ്. യേശുവിനോട് പറഞ്ഞു, ഈ ജനത്തെ പറഞ്ഞയക്കണം. എന്നാൽ യേശു പറഞ്ഞ മറുപടി ഒറ്റ വാക്കിൽ പറഞ്ഞ് മുൻപോട്ട് വരട്ടെ. ദീർഘമായ പ്രസംഗത്തിന് സമയമെടുക്കുന്നില്ല. യേശു പറഞ്ഞത്, നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തി. പലപ്പോഴും ഉത്തരവാദിത്വങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ച് കൈയൊഴിയുവാൻ, മറ്റുള്ളവരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്ന ചിലരോട് ആത്മാവിൽ ഇന്ന് പകലും ദൂത് പറയുന്നു. ദൈവം നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ഒരു ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിനകത്ത് കാണാൻ കഴിയാത്തത്, ഒരു ദൈവിക അത്ഭുതം നിനക്ക് കാണാൻ കഴിയാത്തത്, നിന്റെ ദേശത്ത് കാണാൻ കഴിയാത്തത്, നിന്റെ സഭയിൽ കാണാൻ കഴിയാത്തത്, നിന്റെ തലമുറയിൽ കാണാൻ കഴിയാത്തതിന്റെ കാരണം നീ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ, വില കൊടുക്കുവാൻ, റിസ്ക് ഏറ്റെടുക്കുവാൻ തയ്യാറായതുകൊണ്ടാണ്. ഇന്ന് പകലിൽ ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ദൈവം നിന്നെ ഏൽപ്പിച്ച സ്ഥാനത്ത് നീ ആ ചുമതലകൾ ഏറ്റെടുത്ത് ഉത്തരവാദിത്വം ഏൽപ്പിടിച്ച് അത് അല്പം ഭാരമുള്ളതായിരിക്കാം, അതല്പം വില കൊടുക്കേണ്ടതായിരിക്കാം, അതിനുവേണ്ടി സമയം ചെലവിടേണ്ടതായിരിക്കാം. അത് ഏറ്റെടുക്കുവാൻ ഇന്ന് മകൾ തയ്യാറായാൽ നീ പ്രതീക്ഷിക്കാത്തൊരത്ഭുതം, നീ ഇതുവരെ കാണാത്തൊരത്ഭുതം, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരത്ഭുത പ്രവൃത്തി നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ദൈവിക ഇടപെടലിന്റെ പകലായി ഇന്ന് പകൽ മാറുകയാണ്. ഭക്ഷിപ്പാൻ കൊടുപ്പീരെന്ന് പറയുമ്പോൾ അന്താളിച്ചു നിൽക്കുന്ന ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോകാൻ ഞാൻ സമയമെടുക്കുന്നത് എന്റെ വിഷയം മറ്റൊന്നാകുന്നത് ഇതോട് ബന്ധപ്പെട്ടതുകൂടി ഞാൻ പറയുകയാണ്. അവര് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇവിടെ ഒരു ബാലകന്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. ഇവിടെ ഒരു ബാലകന്റെ കയ്യിൽ എടുത്തു പറയുമ്പോൾ ഓർക്കണം, ആ ബാലകന് മാത്രം കഴിക്കാൻ വേണ്ടി അവന്റെ മാതാവ് ഉണ്ടാക്കി കൊടുത്ത ഒരു ചെറിയ പൊതിയാണത്. കഴിഞ്ഞ 3 ദിവസമായ കുഞ്ഞത് കഴിച്ചിട്ടില്ലെന്ന് നിങ്ങൾ ഓർക്കണം. ഇവിടെ ഇപ്പൊ നമ്മുടെ നാട്ടിലും നമ്മുടെ ആരാധനാ സ്ഥലങ്ങളിലുമൊക്കെ കണ്ടുവരുന്നത്, ആരാധനയ്ക്ക് വരുമ്പോൾ തന്നെ ഭക്ഷണപാനീയങ്ങളുമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഭക്ഷണപാനീയങ്ങളുമായി വരുന്ന മാതാപിതാക്കൾ ഞാൻ കാണാറുണ്ട്. ഒത്തിരി സങ്കടകരമായ കാര്യം. രാവിലെ 10 മണി വരെയോ 9 മണി വരെയോ ഒക്കെ വീട്ടിലിരുന്ന് യഥേഷ്ടം ഭക്ഷിക്കാൻ സമയമുണ്ടായിട്ടും പാനം ചെയ്യാൻ സമയമുണ്ടായിട്ടും രാവിലെ 9 മണി വരെ കിടന്നുറങ്ങിയിട്ട് കട്ടിലിൽ നിന്ന് വലിച്ചുമുക്കി അത് സഭാരാധന സ്ഥലത്ത് ആരാധനയുടെ മധ്യത്തിൽ ഭക്ഷണപാനീയങ്ങൾ കൊടുത്ത് മക്കളെ സന്തോഷിപ്പിക്കാൻ തുനിയുന്ന മാതാപിതാക്കളെ ആരാധനയെ അവഹേളിക്കുന്ന ഈ നടപടികൾ നാം നിർത്തലാക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നോക്കൂ, ഒരു കുഞ്ഞു ബാലകൻ അവന്റെ അമ്മ പൊതിഞ്ഞു കെട്ടി കൊടുത്തയച്ച് അപ്പവും മീനും ഈ കഴിഞ്ഞ 3 ദിവസമായി അവനെ പൊതിയഴിച്ചിട്ടില്ല. അവൻ ദൈവവചനത്തിന് മുമ്പിൽ ഗുരുവിൽ നിന്ന് യേശുവിന്റെ വാക്കുകൾ കേട്ട് അവനെ സന്തോഷത്തോടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്ര പേർ ദൈവവചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടിരിക്കാറുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്ര പേർ പ്രാർത്ഥിക്കാൻ മനസ്സോടെ വന്നിരിക്കാറുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര പേർ ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കാറുണ്ട്? അവർക്കിതൊരു വിഷയമല്ല. അതേസമയം രാവിലെ അവ എഴുന്നേറ്റ് കൊച്ചു കസേര വലിച്ചിട്ട് ടിവിയുടെ മുമ്പിലേക്ക് ഒരു കാർട്ടൂൺ ഓൺ ചെയ്തിരുന്ന രാവെളുക്കുവോളം അതിന്റെ മുമ്പിലിരുന്ന് എലി പൂച്ചയെ പിടിക്കുന്നതും പൂച്ച എലിയെ പിടിക്കുന്നതും ഒക്കെ കണ്ടു രസിച്ച് സന്തോഷിച്ച് ഒറ്റ കസേരയിൽ ഒരു രാപ്പകൽ മുഴുവൻ ഇരിക്കാൻ മടിയില്ലാത്ത നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തിനേറെ ഇന്റർനെറ്റിന്റെ മുമ്പിലും ടിവിയുടെ മുമ്പിലും ചാറ്റിങ്ങിനും ചീറ്റിങ്ങിനുമായി മണിക്കൂറുകൾ ചിലവിടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ആരാധനാലയങ്ങളിൽ ഒരു 10 മിനിറ്റ് ഒന്ന് സന്തോഷത്തോടിരിക്കാൻ, ഒരു 10 മിനിറ്റ് ഒന്ന് ഏകാഗ്രതയിരിക്കാൻ, അതൊന്ന് വചനം ശ്രദ്ധിക്കുവാൻ, ആരാധനയുടെ മഹത്വം തിരിച്ചറിഞ്ഞത് സംബന്ധിപ്പാൻ കഴിയാതെ പോകുന്നെങ്കിൽ നാം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഇന്ന് പകൽ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട പകലാണ്. ഈ കുഞ്ഞുബാലകന്റെ കയ്യിലെ അപ്പം അവൻ യേശുവിന്റെ കയ്യിൽ കൊടുക്കുവാൻ തയ്യാറായി. ഇന്ന് പകൽ മറ്റുള്ളവരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ഒഴിഞ്ഞു മാറുന്ന നിന്നോട് ദൈവത്തിന് ചോദിക്കാനുള്ളത്, നിന്റെ പക്കൽ എന്തുണ്ട്? നിന്റെ പക്കൽ എന്തുണ്ട്? മറ്റുള്ളവരുടെ കയ്യിൽ എന്തുണ്ടെന്നല്ല, നിന്റെ കയ്യിൽ എന്തുണ്ട്? അവരും ഇവരും ചെയ്യട്ടെ, അവരും ഇവരും കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അവരും ഇവരും പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ല. നിന്നെ ദൈവം ഏൽപ്പിച്ചുകൊണ്ട് അത് 5 അപ്പവും 2 മീനിനെ ഉള്ളായിരിക്കും. അത് വളരെ ചെറുതാണ്. ആയിരക്കണക്കിന് പുരുഷാര
ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ 5 അപ്പവും നിന്റെ 2 മീനും വളരെ ചെറുതാണ്. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവിൽ എനിക്ക് നിങ്ങളൊരു ദൂത് പറയാറുണ്ട്. നിന്റെ മുൻപിലിരിക്കുന്ന ആവശ്യക്കാരുടെ എണ്ണമല്ല അവനെ നോക്കേണ്ടത്. ഇന്ന് പകലിൽ ദൈവം നിന്നോട് ചോദിക്കുന്നു, നിന്റെ കയ്യിലുള്ളത് കൊടുക്കാൻ. വളരെ പുരുഷാരമാണ്. ഒത്തിരി ആവശ്യങ്ങളിരിക്കുന്നവർക്ക് എന്റെ കയ്യിലുള്ളത് എന്തെടുക്കാനാണ്? എന്റെ ഒരു ചെറിയ പ്രാർത്ഥന, എന്റെ ഒരു വചന ശുശ്രൂഷ, ഞാനൊരു ഭവനത്തിൽ ചെന്ന് വാക്ക് പറയുന്നത്, ഞാനൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നത്, ഞാൻ ദൈവവേലയ്ക്ക് ചിലവിടുന്നത് ഈ അല്പം കൊണ്ട് എന്ത് നടക്കാന് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, നിന്റെ കയ്യിലുള്ള ചെറുതെന്ന് നിനക്ക് തോന്നുന്നതിനെ, അല്പമെന്ന് നിനക്ക് തോന്നുന്നതിനെ മനസ്സോടെ ഇന്ന് പകൽ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാൽ ആത്മാവിന്റെ മകച്ചിലും ഇടപെടുന്നത്. ഞാൻ ഈ പ്രാർത്ഥനാ മുറിയിലിരുന്നു കൊണ്ട് ആത്മാവിലെ സാന്നിധ്യം എന്റെ ശരീരത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പകൽ ഈ പ്രേരണയിലൂടെ ചില വ്യക്തികളെ ആത്മാവ് വിവേചിക്കുകയാണ്. എത്രയോ നാളുകളായി എന്റെ കയ്യിൽ ചെറുതേ ഉള്ളൂ, എനിക്ക് കൃപയില്ല, എനിക്ക് കൃപാവരമില്ല, എനിക്ക് വലിയ ജ്ഞാനമില്ല, എനിക്ക് അറിവില്ല, അവയെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിവില്ല, വാചാലതയില്ല, എനിക്ക് അവ മറ്റു ഭാഷകൾ അറിയത്തില്ല, ഒത്തിരി കുറവുകൾ നിരത്തി, പാമി നിനക്കില്ലായ്മകളെ നിരത്തി ഇന്ന് മക ദൈവശ ഒഴിഞ്ഞു മാറുന്ന ദൈവവേദനെ, ഇന്ന് മക ദൈവത്തിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ നിന്റെ പക്കൽ എന്തുണ്ടെന്ന് ഗ്രഹിക്കുമ്പോൾ നിന്റെ കയ്യിലുള്ള ഏറ്റവും ചെറുതാണ്. ഈ പുരുഷാരത്തിനത് മതിയാകത്തില്ലെന്ന് നിനക്കറിയാം. ആര് കേട്ടാലും നിന്നെ കളിയാക്കും, ചിരിക്കും. സ്വന്തം നീ ഒരു പൊട്ടനാണെന്ന്, ഒരു ഭ്രാന്തനാണെന്ന് ഒരു പക്ഷെ പറയും. നിന്റെ കയ്യിലെ 5 അപ്പവും 2 മീനും കൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് മറ്റുള്ളവർ ചോദിച്ചേക്കാം. പക്ഷെ ഇന്ന് പകരവന്റെ ചോദ്യത്തിന് കേട്ടു നിൽക്കാതെ തമ്പുരാന്റെ ബലമുള്ള കരങ്ങൾ, ആകാശത്തെ ചാലുകൊണ്ട് വരുമാനമെടുക്കുന്നവർ, ഭൂമിയിലെ പൊടിയ നാഴിയിൽ കൊള്ളിക്കുന്നവർ, മഹാസമുദ്രത്തിലെ 7 മഹാസമുദ്രത്തിലെ വെള്ളങ്ങളെ ഉള്ളം കയ്യിൽ കൊള്ളിക്കുന്ന മഹാദൈവത്തിന്റെ മഹാകരങ്ങളിൽ ഇന്ന് പറഞ്ഞ് ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറായാൽ നിന്റെ കയ്യിലുള്ള നിന്നിലുള്ള അല്പത്തെ കൊണ്ട് 1000ങ്ങളെ പോഷിപ്പിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മേൽ ഒരു പ്രത്യേക അഭിഷേകം ഇറങ്ങുന്നത്, ചിലരുടെ മേൽ ഒരു ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നത് ഞാൻ ഇന്ന് മകൾ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയട്ടെ. ഇന്ന് മകൾ സമർപ്പിക്കുന്ന നിന്റെ മേൽ ഇതുവരെ നീ പ്രാപിക്കാത്തൊരു അഭിഷേകം, ഇതുവരെ നിനക്ക് വെളിപ്പെടാത്തൊരു ദൈവകൃപ, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നു. അല്പമേ ഉള്ളെന്ന് നിന്റെ കയ്യിലെ പോരായ്മകൾ, നിനക്കുള്ള പോരായ്മകളെ ഇന്ന് മകൾ മറന്നുകളാ. തമ്പുരാന്റെ ബലമുള്ള കരകൾ നിന്നെ ഏൽപ്പിച്ചു കൊടുത്ത് 5 അപ്പവും 2 മീനും യേശു എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി നുറുക്കി. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ യേശു പറഞ്ഞ വാക്ക് അവൻ സ്തോത്രം ചൊല്ലി നുറുക്കി അല്ലെങ്കിൽ വാഴ്ത്തി നുറുക്കി എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പലപ്പോഴും കർത്തൃദേശയിലെ ശുശ്രൂഷയിൽ പോലും ദൈവദാസന്മാർ തെറ്റായി പറയുന്ന ഈ വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം എടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ അപ്പത്തെ ദൈവം നമുക്ക് വാഴ്ത്തി അനുഗ്രഹിച്ചു തരാൻ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നുറുക്കി തരാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പത്തെ അല്ല വാഴ്ത്തിയത്. എന്താണ് പലപ്പോഴും വചനമകന നിലയിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് തെറ്റായി അതിന് പറയുന്ന എത്രയോ പൊതുവേദികളിൽ പോലും തെറ്റായ പദം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു അപ്പം കരങ്ങളെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചത്? ആരെയാണ് വാഴ്ത്തിയത്? എന്തിനെയാണ് വാഴ്ത്തിയത്? യേശു സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് അപ്പത്തെ അല്ല വാഴ്ത്തിയത്, പിതാവായ ദൈവത്തെ വാഴ്ത്തി. വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുക, മഹത്വപ്പെടുത്തുക, സ്തുതിക്കുക എന്നൊക്കെ അർത്ഥമാണ്. എത്രയെത്ര പാട്ടുകൾ, വാഴ്ത്തുക നീ മനമേ അവിശ്വത്ര എൻ മനമേ ഹോമേ വാഴ്ത്തുക. പദങ്ങൾ ശ്രദ്ധിച്ചു. പലപ്പോഴും അപ്പത്തെയാണ് പലരും വാഴ്ത്തുന്നത്. ശ്രദ്ധിക്കണം, ഇന്ന് പകലെങ്കിലും തെറ്റ് തിരുത്താൻ നിങ്ങൾ തയ്യാറാകണം. അപ്പത്തെ അല്ല വാഴ്ത്തുന്നത്, പിതാവായ ദൈവത്തെയാണ് വാഴ്ത്തുന്നത്. ദൈവത്തിന് മഹത്വം കൊടുത്ത് അപ്പം നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. ശ്രദ്ധിക്കണം, അപ്പത്തെ വാഴ്ത്താൻ നമുക്ക് കഴിയത്തില്ല, ഒരു വസ്തുവിനെയും വാഴ്ത്താൻ നമുക്ക് കഴിയത്തില്ല. വാഴ്ത്തൽ, ആരാധന എന്നുള്ളത്, സ്തുതി എന്നുള്ളത്, മഹത്വം എന്നുള്ളത് ആമിഷ്ടത്തിൽ ദൈവത്തിനുള്ളതാണ്. ദൈവത്തെ വാഴ്ത്തി അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തു നുറുക്കി. മറ്റൊരു ഭാഗത്ത് വളരെ കൃത്യമാണ്, അവരപ്പം കരഞ്ഞെടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി. അതാണ് ശരിയായ പദപ്രയോഗം, അതാണ് ശരിയായ കാര്യം. ഞാൻ പറയട്ടെ,
ശിഷ്യന്മാരുടെ മക്കൾ കൊടുത്തു. 5000 പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമായി ഒരു വലിയ പുരുഷാരം തൃപ്തി അടഞ്ഞതായി തിരുവചനത്തിൽ നാം വായിക്കുകയാണ്. ഇന്ന് പകലെന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിനെ, നിന്നെ ഇന്ന് പകൽ ബലമുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ, സർവശക്തന്റെ കരങ്ങളിൽ നിന്റെ പോരായ്മകളെ, നിന്റെ കുറവുകൾ എന്തുമാകട്ടെ, നിനക്കില്ലായ്മകൾ ഒത്തിരി പറയാൻ കണ്ടേക്കാം. പക്ഷെ ഇന്ന് പകൽ വേദനിക്കുന്ന ചിലരോട്, നാളുകളായി ആത്മാവിടപെട്ടിട്ടും ഏൽപ്പിക്കപ്പെടാൻ കഴിയാത്ത ചിലരോട്, ഒഴിഞ്ഞു മാറുന്ന ചിലരോട്, കുറവുകൾ പറഞ്ഞ് പോരായ്മ പറഞ്ഞ് മാറി നിൽക്കുന്ന ചിലരോട് ആത്മാവിന്ന് മകൾ വളരെ ശക്തമായ ഭാഷയിൽ ഇടപെടുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുകയാണ്. ഏൽപ്പിക്കപ്പെടാൻ ഈ പകൽ തയ്യാറാകൂ. നിന്നെ ബലമുള്ളവന്റെ കരങ്ങളിൽ, ആമെ സർവശക്തന്റെ കരങ്ങളിൽ, അധികാരമുള്ളവന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാൻ തയ്യാറാകുക. സ്തോത്രം. ആമെ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അവൻ നിന്നെ നുറുക്കി എന്ന് പറയാം. അവൻ നിന്നെ നുറുക്കി എന്ന് പറയാം. നീ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഇന്ന് നീ ആയിരിക്കുന്ന അനുഭവത്തിൽ ദൈവത്തിന് നിന്നെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരികയില്ല. നിന്നെ നുറുക്കലുണ്ടാകും. അതാണ് പലരും ഏൽപ്പിക്കപ്പെടാത്തത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ദൈവം ശക്തമായി ഉപയോഗിച്ചിട്ടുള്ള ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷക്തന്മാരെ ശ്രദ്ധിക്കൂ. ആത്മനിറവിൽ, വചന വെളിപ്പാടിൽ, ദൈവവചനത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ നിന്ന് ആത്മനിറവിൽ അഭിഷേകത്തോടെ ശുശ്രൂഷിക്കുന്നവരുടെ ജീവിതം നിങ്ങൾ എടുത്ത് പരിശോധിക്ക്. അവരുടെ എല്ലാം ജീവിതങ്ങൾ നുറുക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽ നിങ്ങളോട് ദൈവവചനം പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തിലെ ഒത്തിരി അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എന്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ വിടുകയാണ്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ 3 പ്രാവശ്യം ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വിധേയനായി വൈദ്യശാസ്ത്രം മരിച്ചുവെന്ന് പറഞ്ഞ് മാറ്റിയിട്ട ഈ ശരീരത്തിന്റെ മേൽ ദൈവീക ജീവൻ ഇറങ്ങി വന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നീട്ടി അത്ഭുതകരമായെന്ന് വിടുവിച്ച് ഇന്നും ആയുഷോടെ നിങ്ങളോടും ദൈവവചനം പ്രസംഗിക്കത്തക്കതിൽ നിർത്തിയെങ്കിൽ അതിന്റെ പിമ്പിൽ ചില നുറുക്കലുകളുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ 3 മക്കളിൽ ഒരാൾ വൈദ്യശാസ്ത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി കണ്ടുവരുന്ന SLE സിസ്റ്റമിക്കൽ ലൂപ്പസ് എന്ന് പറയുന്ന മാരക രോഗത്തിനകപ്പെട്ട് എന്റെ മകൾ 1 വർഷം മുഴുവൻ അസ്ഥിപഞ്ജരമായി തൊണ്ടക്കുഴിയിൽ ഒരു നേരിയ അനക്കം മാത്രമായി 1 വർഷം മുഴുവൻ കട്ടിൽ അഭയം പ്രാപിച്ചു. വൈദ്യശാസ്ത്രം തള്ളി സ്വന്തവും ബന്ധവും പറഞ്ഞു മരിച്ചുപോയി. കൂട്ടുവിശ്വാസികളും കൂട്ടുവേലക്കാരും പറഞ്ഞു ഇനിയും ജീവിക്കയില്ലെന്ന് പറഞ്ഞ് അസ്ഥിപഞ്ജരമായി വെറും അസ്ഥി മാത്രമായി ഒരു കട്ടിലിൽ കിടന്നിരുന്ന് എന്റെ മകളെ സൗഖ്യമാക്കി യേശുവിന്റെ വ്യാപാര ശക്തി. ജീവിതത്തിൽ ചില നുറുക്കലുകൾ ഉണ്ടാകുമ്പോൾ, ചില നിന്ദകൾ നീ കേൾക്കേണ്ടി വരുമ്പോൾ, ചില അപവാദങ്ങൾ നീ കേൾക്കേണ്ടി വരുമ്പോൾ, ചില അപമാനങ്ങൾ നീ സഹിക്കേണ്ടി വരുമ്പോൾ, ഒറ്റപ്പെടലുകൾ നീ അനുഭവിക്കേണ്ടി വരുമ്പോൾ, നീ സ്നേഹിച്ചവർ, നിന്നെ സ്നേഹിച്ചവർ, നീ കരുതിയവർ, ഒരുപായിരുന്ന് ഒന്നിച്ചാരാധിച്ചവർ, ഒരു പാത്രത്തിൽ നിന്ന് ഒന്നിച്ചു കഴിഞ്ഞ് ഒരു തരത്തിൽ വന്ന സഹോദരങ്ങളെ പോലെ സ്നേഹിച്ച പലരും വിഷയങ്ങളുടെ മുമ്പിൽ, പ്രതിസന്ധിയുടെ മുമ്പിൽ, നിന്റെ കഷ്ടതയുടെ മുമ്പിൽ അകന്നു മാറി നിന്നെ നിന്ദിച്ചും പരിഹസിച്ചും അപമാനിച്ചും ഒറ്റിക്കൊടുത്തും ഒറ്റപ്പെടുത്തിയും പോകുമ്പോൾ നീ പെരുമെറുക്കരുത് കുഞ്ഞെ. അവിടെ ദൈവം നിന്നെ നുറുക്കിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ചിലരോട് ആത്മാവിടപെടുകയാ. ഈ നുറുക്കൽ സാരമില്ല, പെരുമെറുക്കരുത്, ഒഴിഞ്ഞു മാറരുത്. നീ ഇരിക്കുന്നത് ബലമുള്ളവന്റെ കയ്യിലാ. അവന്റെ കൈകൊണ്ടാ നിന്നെ നുറുക്കുന്നത്. ഉടഞ്ഞു പോകുവാൻ അവൻ അനുവദിക്കുകയില്ല. ഓ വിബലവ ശമ്പലാതമാനവ അർദ്ധന റുഗണമന സൗധിയാന്തകാരിയ. ഓ ബലമുള്ളവൻ, സർവശക്തന്റെ കരങ്ങൾ കൊണ്ടവൻ നിന്നെ നുറുക്കുമ്പോൾ നീ ഉടഞ്ഞു പോകാതെ വണ്ണം, ഈ അനേകർക്ക് പ്രയോജനകരമായി മാറത്തക്കവണ്ണം തമ്പുരാൻ നിന്നെ മുറുക്കുകയാണ്. അവൻ സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനെ വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തപ്പോൾ നുറുക്കപ്പെട്ട അപ്പക്കഷണങ്ങൾ വിളമ്പി തുടങ്ങിയപ്പോൾ അത് ഒന്നിൽ നിന്നൊന്നിലേക്ക്, നിങ്ങൾ നോക്കൂ, ഇന്ന് പകൽ എനിക്ക് വിശദീകരിപ്പാൻ ആത്മാവിൽ വളരെ ശക്തമായ ദൂത് പ്രകാശിക്കുന്നുണ്ടെങ്കിലും എന്റെ സമയത്ത് എനിക്ക് ഈ പ്രസംഗം അവസാനിപ്പിക്കണം. ദൈവമക്കൾ ശ്രദ്ധിക്കൂ. അവൻ വിളമ്പി തുടങ്ങിയപ്പോൾ, നുറുക്കിയപ്പോഴല്ല, വിളമ്പി തുടങ്ങിയപ്പോൾ അത്ഭുതം അവിടെ വെളിപ്പെടുകയാണ്. നുറുക്കാൻ നീ ഏൽപ്പിക്കപ്പെട്ടാൽ, തകരാൻ നീ ഏൽപ്പിക്കപ്പെട്ടാൽ, നിന്റെ സ്വയം ഒന്ന് തകരാൻ തയ്യാറായാൽ, നിന്റെ ഉന്നത ഭാവവും നികളവും അഹങ്കാരവും
വലിപ്പവും ഒക്കെ ഒന്ന് കുറയാൻ നീ ഒന്ന് സമർപ്പിക്കപ്പെടുമോ? തമ്പുരാന്റെ കരങ്ങൾ ഇന്ന് പകൽ ഏൽപ്പിക്കപ്പെട്ട അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴെന്ന് കാണിരിക്കാൻ ഇന്ന് പകൽ ഏൽപ്പിക്കപ്പെടുമെങ്കിൽ അവൻ നുറുക്കി നിന്നെ മറ്റുള്ളവർക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനകരമായ നിലയിൽ അനേകരുടെ വിടുതലിന്, അനേകരുടെ ആശ്വാസത്തിന്, അനേകരുടെ ഉദ്ധാരണത്തിന്, അനേകരുടെ മടങ്ങി വരവിന് നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണ്? മലാക്കി പ്രവാചകൻ പറയുന്നത് പോലെയാണ് നമ്മൾ പറയുന്നത്. അവൻ ദൈവം പറയുകയാണ് മലാക്കിയിലൂടെ 3-ാം അധ്യായത്തിന്റെ അതിന്റെ 13 വാക്യങ്ങളിൽ മലാക്കി പ്രവാചകൻ പുസ്തകത്തിലൊരു വാക്യമുണ്ട്. പലപ്പോഴും ദൈവമക്കളും ദൈവദാസന്മാരും ഒക്കെ അത് തെറ്റിച്ചു പ്രസ്താവിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് 13 വാക്യങ്ങൾ? നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അധികഠിനമായിരിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. എന്താ പറയുന്നത്? ദൈവദാസന്മാർ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, അത് ബന്ധക്രിസ്തരായ ദൈവമക്കൾ, വേർപെട്ട ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുവെന്നും ആരാധിക്കുന്നെന്നും പറയുന്നവർ ചെയ്യുന്നത് എന്താണ്? അവർ പറയുക, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ ഇത്ര വർഷമായി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് ഇത്ര വർഷമായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നു, അതുകൊണ്ടൊരു പ്രയോജനമില്ല. കഷ്ടത മാത്രമേ ഉള്ളൂ, പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രതികൂലം മാത്രമേ ഉള്ളൂ, വ്യർത്ഥം. ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളെ യഹോവയുടെ മുൻപാകെ കരുപ്പെടുത്ത് നടക്കുന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ? രട്ടിലും വെണ്ണീറിലും ഇരുന്ന് കരഞ്ഞതുകൊണ്ട്, ഉപവസിച്ചതുകൊണ്ട് എന്താണ് ഞങ്ങൾക്ക് പ്രയോജനം? ആകയാൽ എന്നിട്ട് പറയുകയാണ്, പ്രാർത്ഥിക്കാത്തവനെ നോക്ക്, ആരാധിക്കാത്തവനെ നോക്ക്, പള്ളിയിൽ പോകാത്തവനെ നോക്ക്, ദൈവത്തിനൊന്നും കൊടുക്കാത്തവനെ നോക്ക്. അവൻ ഇവിടെ എന്താ? ദുഷ്പ്രവർത്തിക്കാൻ അഭ്യുദയം പ്രാപിക്കുന്നു. ആമേൻ. ശ്രദ്ധിക്ക്, ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് പറയുകയാണ്. മറ്റുള്ളവർക്കൊരു കുഴപ്പമില്ല, അവരെയും ഇവരെയും നിങ്ങൾ നോക്കുകയാണ്. പണ്ട് ആസാഫ് ഇത് തന്നെയാണ് പറഞ്ഞത്. ആസാഫ് രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറന്നു നോക്കി. അവൻ തന്നെയല്ല പലപ്പോഴും നോക്കുന്നത്. നമ്മുടെയും പ്രശ്നം അതാണ്. നമ്മൾ നമ്മെ നോക്കാൻ സമയമില്ല, നമ്മൾ മറ്റുള്ളവരിലേക്കാണ് നോക്കുന്നത്. എന്താണ് പറഞ്ഞത്? ദുഷ്ടന്മാർ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളുടെ അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ല, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു, അവർ മറ്റുള്ളവരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല. എന്താ? അവരുടെ കണ്ണുകൾ പൂച്ചുകൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ചു തുറ്ററിയോടെ ഭീഷണി പറയുന്നു, ഉന്നതഭാവത്തോടെ സംസാരിക്കുന്നു, അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. ആസാഫ് ദുഷ്ടന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ, ഞാൻ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിപ്പോയത്, ഞാൻ എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിക്കുന്നു, എന്റെ ഹൃദയത്തെ നിർമ്മലീകരിച്ചതുമൊക്കെ വെറുതെയായിപ്പോയി. ഞാൻ ദൈവത്തെ സേവിച്ചതുകൊണ്ട് എനിക്ക് പ്രയോജനമൊന്നും ഉണ്ടായില്ല. ദുഷ്ടന്മാരാണ് ഇപ്പോൾ തഴച്ചുകൊണ്ടിരിക്കുന്നത്, ദുഷ്ടന്മാരാണ് അഭ്യുദയം പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞ ആസാഫ് അത് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയാം, മക്കളെ, ദൈവത്തെ സേവിച്ചത് അബദ്ധമായി പോയി എന്ന് പറയാമെന്ന് കരുതിയിരിക്കുമ്പോൾ ആസാഫ് ചിന്തിച്ചു, ദൈവാലയത്തിൽ ചെന്ന് വന്നിട്ട് പറയാം. അവൻ ഒടുവിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നു. ഒടുവിൽ അവൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. അവിടെ ചെന്ന് നിന്നപ്പോഴാണ് അവൻ കാര്യം തിരിച്ചറിഞ്ഞത്. പലപ്പോഴും പുറമേ നോക്കുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുന്നൊരു ദൈവത്തിന് ഒരു വെളിപ്പാട് ദൈവം നൽകുകയാണ്. എന്താണ്? ദുഷ്ടന്മാർ വഴുവഴിപ്പിൽ പായലിന്റെ പുറത്ത് തെന്നിക്കിടക്കുന്ന പാറപ്പുറത്ത്, പായൽ പിടിച്ച തെന്നിക്കിടക്കുന്ന പാറയുടെ പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഗതി അറിയാമോ? ഒരു ചെറിയ ചലനം പോലും അവന്റെ നിലനിൽപ്പിനെ ബാധിക്കും. അവൻ തകർന്നു പോകും, അവൻ താഴെ വീഴും. എന്നാൽ ദൈവമെതിരെ നീ വഴുവഴിപ്പിലല്ല നിൽക്കുന്നത്, നീ വഴുവഴിപ്പിലല്ല ദൈവത്തിനെ നിർത്തിയിരിക്കുന്നത്. അവൻ എന്നെ കുഴഞ്ഞ ആ വഴുവഴിപ്പിൽ നിന്ന് കയറ്റി, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് വലിച്ചു കയറ്റി ക്രിസ്തുവാകുന്ന ഉറപ്പുള്ള പാറവിൽ ഇന്ന് വരെ ദൈവം നിന്നെ നിർത്തിയെങ്കിൽ ആമൻ മലാക്കി പറഞ്ഞതുപോലെ ആമൻ നിങ്ങൾ പറയരുത്. എന്നിട്ട് എന്താണ് ദൈവം എന്താ പറഞ്ഞതെന്നറിയാമോ? ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ദൈവം പറഞ്ഞു, യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഈ വാക്യം പലപ്പോഴും ദൈവദാസന്മാരും ദൈവമക്കളും പറഞ്ഞ് ഞാൻ കേട്ടത്, നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കുന്നുവെന്നാ പറയുന്നത്. ദൈവം ശ്രദ്ധ വെച്ച് കേട്ടത് നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ല, നമ്മൾ പറഞ്ഞ അന്യഭാഷയല്ല, നമ്മുടെ പ്രസംഗമല്ല. നിങ്ങൾ ദൈവത്തിനെതിരായി പറഞ്ഞത്,
നിങ്ങൾ വീട്ടിലിരുന്ന് ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞത്, കൂട്ടുവേലക്കാർ തമ്മിൽ പറഞ്ഞത്, നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ പറഞ്ഞത്, അപ്പനും അമ്മയും കൂടെ പറഞ്ഞത്, മക്കളോട് അമ്മ പറഞ്ഞത്, മക്കളോട് അപ്പൻ പറഞ്ഞത്, മക്കൾ അപ്പയപ്പന്മാർ പറഞ്ഞു, നിങ്ങളിങ്ങനെ പ്രസംഗിച്ചു നടന്നിട്ട്, നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു നടന്നിട്ട്, നിങ്ങളിങ്ങനെ ബന്ധക്കോസ് അനുഭവത്തിൽ നടന്നിട്ട്, ഇങ്ങനെ പ്രാർത്ഥിച്ചും തുള്ളി അന്യഭാഷ പറഞ്ഞു നടന്നിട്ട് എന്നാ ഗുണം എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ചൂടിപ്പോകുന്ന ഒത്തിരി ആളുകളെന്നും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ വിളിച്ചു പറ, പ്രൈസലോ, നീയും നിന്റെ ദൈവവുമായുള്ള ബന്ധം ഈ ലോകത്തിലെ മായയായ ഭൗതികമായ മണ്ഡലങ്ങളല്ല. ഇന്ന് പകൽ ദൈവമൊക്കെ ശ്രദ്ധിക്കണം. നിശ്ചയമായി നൂറ്റൻ വഴിവഴിപ്പിൽ നിൽക്കുമ്പോൾ ആമേ സ്തോത്രം, നിന്നെ ദൈവം ഉറപ്പുള്ള പാറയിൽ നിർത്തിയിരിക്കുകയാണ്. ഇന്ന് പകൽ നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് അത് വിധിയും മടങ്ങാൻ ദൈവമൊക്കെ ശ്രദ്ധിക്കണമേ. ശക്തമായ ദൈവത്തിന്റെ ആത്മാവിടപെട്ടു എങ്കിൽ പ്രാർത്ഥിക്കുവാൻ വല ശിഷ്യന്മാരുമായി അമ്മ ശുശ്രൂഷ കഴിഞ്ഞ് യേശു പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് മറ്റു ശിഷ്യന്മാരെ മറ്റു സ്ഥലത്തിരുത്തിയിട്ട് യേശു പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, അവിടെ എന്താണ് സംഭവം? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. അത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഒന്ന്, അവൻ പ്രാർത്ഥിക്കാൻ മലയിൽ കയറിപ്പോയി. പ്രാർത്ഥിക്കാനാണെന്നും പറഞ്ഞു പോകുന്ന പലരും പ്രാർത്ഥനയ്ക്ക് പകരം മറ്റു പലതും ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ മലയിൽ കയറിപ്പോയാൽ പ്രാർത്ഥിച്ചു എന്ന് വായിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ കയറിപ്പോകുന്ന പലരും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. യേശു പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കാര്യം സംഭവിച്ചു. ഒന്ന്, അവന്റെ മുഖഭാവം മാറി, അവന്റെ ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. ഒന്ന്, പ്രാർത്ഥിക്കുന്നവനെ സംബന്ധിച്ച് അവന്റെ മുഖഭാവം മാറണം എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്നവന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കുമ്പോൾ ഹൃദയത്തിൽ വരുന്ന രൂപാന്തരം മുഖത്ത് വെളിപ്പെടും. പലരും പറയുന്നത് ദൈവമക്കളാണെന്ന് പുറമെ ഒന്നും ആരും അറിയണ്ട, നമ്മുടെ ഹൃദയമാണ് ദൈവം അറിയുന്നത്, ഹൃദയങ്ങളെയും ഉൾപ്പൂകളെയും ആരായുന്ന ദൈവമാണ് ദൈവം. അതുകൊണ്ട് പുറത്തേതൊന്നുമല്ല, പുറത്തെങ്ങനെ നമ്മൾ നടന്നാലും കുഴപ്പമില്ല, ഹൃദയമാണ് ദൈവം നോക്കുന്നത്. എന്നാൽ നിങ്ങൾ പഠിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. യേശുവിന്റെ മുഖഭാവം മാറിയെന്നല്ലേ വായിച്ചത്? യേശു പ്രാർത്ഥിക്കുമ്പോൾ മുഖഭാവം മാറിയെന്ന് പറഞ്ഞാൽ അവനിലേക്ക് വ്യാപരിച്ച ദൈവശക്തിയാൽ അവന്റെ ഹൃദയത്തിൽ വന്ന രൂപാന്തരം അവന്റെ മുഖത്ത് പ്രകാശിച്ചു. എന്തിന്? മാനുഷിക നിലയിൽ പോലും ഹൃദയത്തിന്റെ കണ്ണാടിയാണ് മുഖം. വേണ്ട, നിങ്ങളിൽ ഒരാൾ രോഗിയായി ചില മാസങ്ങൾ കിടന്നു, അതിനുശേഷം നിങ്ങൾ റിക്കവറിയായി വരികയാണ്, നല്ല മരുന്ന് കഴിക്കുന്നു, അല്ല അതിന് വില കൂടിയ ഫുഡുകൾ കഴിക്കുന്നു, വൈറ്റമിനുള്ള ഫുഡുകൾ കഴിക്കുന്നു. അങ്ങനെ കഴിച്ച് നിങ്ങളെ 3 മാസത്തിന് മുമ്പ് കണ്ട ഒരാൾ വീണ്ടും നിങ്ങളെ കാണാൻ വന്നപ്പോ അത് നിങ്ങൾ ശ്രദ്ധിക്കണമേ, നിങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, അയ്യോടി ഇതാളെന്നെ മാറിപ്പോയല്ലോടി, ഇത് എന്നതാടി, ഞങ്ങൾ വിചാരിച്ചു ഇതിങ്ങനെ വെളിഞ്ഞു പോകുമല്ലോ എന്ന്. എന്താ സംഭവിച്ചത്? നിങ്ങളെ കണ്ടപ്പോ ആള് മാറിപ്പോയെന്ന് പറഞ്ഞത് അങ്ങ് നന്നായല്ലോടി, അങ്ങ് മിനുങ്ങിപ്പോയല്ലോടാ എന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞതിന്റെ കാരണം അറിയാമോ? നിങ്ങളുടെ അകത്ത് കഴിച്ചതിന്റെ വ്യത്യാസം മുഖത്താ വെളിപ്പെട്ടത്. അകത്തു വ്യാപരിക്കുന്ന ദൈവകൃപയുടെ, അകത്തു വെളിപ്പെട്ട വചനത്തിന്റെ ശക്തി, അകത്ത് പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി. അഭിഷക്തന്മാരെ, ദൈവജനമേ, നിന്റെ പുറത്തത് വെളിപ്പെടണം. നിന്റെ പുറമെന്ന് പറഞ്ഞാൽ നിന്റെ മുടിയിൽ അത് വെളിപ്പെടണം, നിന്റെ കൺപിരികത്തിൽ അത് വെളിപ്പെടണം, നിന്റെ കണ്ണിലത് വെളിപ്പെടണം, നിന്റെ ചെവിയിൽ അത് വെളിപ്പെടണം, നിന്റെ ശരീരത്തിൽ വെളിപ്പെടണം, നിന്റെ വസ്ത്രത്തിലത് വെളിപ്പെടണം, നിന്റെ വാക്കുകളിൽ അത് വെളിപ്പെടണം, നിന്റെ ആരാധനയിൽ വെളിപ്പെടണം, നിന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലും ആ ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടണം. അങ്ങനെ ആ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇന്ന് കുറെ പുത്തൻ പഠിപ്പീരുകാരിറങ്ങിയിട്ടുണ്ട്. പുറത്തെങ്ങനൊക്കെ നടന്നാലും കുഴപ്പമില്ല, എന്തിട്ടാലും എങ്ങനിട്ടാലും കുഴപ്പമില്ല, അകത്തയാണ് ദൈവം അറിയുന്നതെങ്കിൽ അപ്പോസ്തലന്മാർക്ക് തെറ്റിപ്പോയില്ലേ? എന്താ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗം. ദൈവത്തിന് യാഗമർപ്പിക്കുന്നത് നിന്റെ ശരീരത്തെയാണ്. അത് യാഗമർപ്പിക്കേണ്ട മൃഗത്തിന്റെ പ്രത്യേകത ശുദ്ധിയുള്ള മൃഗമായിരിക്കണമെന്നാണ്. ശ്രദ്ധിക്കുന്നുണ്ട്, വിശദീകരിപ്പാൻ സമയമെടുക്കുന്നില്ല. ഇനി തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ ധന്യനായ പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും ദൈവത്തിൽ അശേഷം അവൻ അത് വിശുദ്ധമായി
വിശുദ്ധമാക്കപ്പെടണം. ആത്മാവ് മാത്രം വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതമല്ല ദൈവമക്കളുടെ. നിന്റെ ദേഹവും നിന്റെ ദേഹിയും നിന്റെ ആത്മാവും വിശുദ്ധമായിരിക്കണം. സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടുത്തെ ഏറ്റവും നല്ല റെസ്റ്റോറന്റിൽ ചെന്ന് നിങ്ങൾക്ക് വൈകിട്ടത്തെ ഒരു ഫുഡ് ഓർഡർ ചെയ്യുമെന്ന് വിചാരിക്കൂ. നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യും, ഏറ്റവും വില കൂടിയ ഫുഡ്. നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളെല്ലാം കൂടെ ചേർന്ന് 10 പേർക്കൂടെ ഫുഡ് അറേഞ്ച് ചെയ്തു. നിങ്ങൾ അവിടെ ചെന്ന് ഫുഡ് വാങ്ങിക്കാൻ ചെന്നപ്പോൾ, അഥവാ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നപ്പോൾ ആ കവറിന്റെ പുറത്ത് സ്തോത്രം അഴുക്കുണ്ടായിരുന്നെങ്കിൽ എന്തിന് ഈ ലോകത്തിൽ നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്ന സാധനം ആ കവറിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ വില കൂടിയ ഭക്ഷണം കൈക്കൊള്ളുമോ? ഇല്ല. കാരണം എന്താ? അകത്തെ ഫുഡ് മനോഹരമാണ്, അത് നല്ല ചൂടോടുള്ളതാണ്. വില കൂടിയ ഫുഡാണെങ്കിലും ആ കവറിന്റെ പുറത്തു പറ്റിയ അഴുക്ക് നിമിത്തം, അതിൽ ചെളി നിമിത്തം, അതിനകത്ത് വെച്ച് ദുർഗന്ധപൂരിതം അനുഭവം നിമിത്തം അകത്തേത് കൈക്കൊള്ളാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നിന്റെ ശരീരമാണ് ദൈവത്തിന്റെ യാഗവസ്തു. ആ ശരീരം ജീവനുള്ളതായിരിക്കണം. എന്താ ജീവനുള്ളതെന്ന് പറഞ്ഞാൽ, കാമുകിയായവളോ ജീവിച്ചിരിക്കെ ചത്തവൾ. എന്താ കാമുകിയായവളോ എന്ന് പറഞ്ഞാൽ അക്ഷരികവും ആത്മീകമുണ്ട്. എന്താ കാമുകി? വേർപെട്ട ദൈവമക്കൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഒരുവൻ സ്വീകരിക്കുമ്പോൾ അവൻ ദൈവത്തോട് ഉടമ്പടി ചെയ്യുക, ക്രിസ്തുവിന്റെ മണവാട്ടി പദവിയിലേക്ക് വരികയാണ്. അങ്ങനെ ക്രിസ്തുവുമായി വിവാഹത്തിന് ഉഭയസമ്മതം ഉടമ്പടി ചെയ്ത് ക്രിസ്തുവുമായി ഒരു കരാറിലേർപ്പെട്ട മണവാട്ടി സഭ. വിശ്വാസി, നീ ലോകമാകുന്നവരുമായി ക്രിസ്തുവിൽ രണ്ട് മണവാട്ടികളുണ്ട്. ഒന്ന് പിശാചിന്റെ മണവാട്ടി, രണ്ട് ദൈവത്തിന്റെ മണവാട്ടി. പിശാചിന്റെ മണവാട്ടി ലോകമാണ്, ദൈവത്തിന്റെ മണവാട്ടി ദൈവസഭയാണ്, ക്രിസ്തുവിന്റെ സഭയാണ്. സഭയെക്കുറിച്ച് ദൈവത്തിന് ഒത്തിരി ചിന്തകളുണ്ട്. പിശാചിന്റെ മണവാട്ടിയായ ലോകവുമായി നീ കൈകൊടുത്താൽ, ഒരു പുരുഷന് നീ വിവാഹം ചെയ്യാമെന്ന് വാക്ക് കൊടുത്തിട്ട്, ഒരു സ്ത്രീക്ക് നീ വിവാഹം ചെയ്യാമെന്ന് വാക്ക് കൊടുത്തിട്ട് മറ്റൊരു പുരുഷനെ തേടിപ്പോയാൽ, മറ്റൊരു സ്ത്രീയെ തേടിപ്പോയാൽ അവന്റെ പേര് ദുർനടപ്പുകാരനെന്നും അവരുടെ പേര് വ്യഭിചാരിണിയെന്നും വരുമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കാമെന്ന് യേശുവിനോട് ഉറപ്പ് കൊടുത്തിട്ട് ലോകമാകുന്ന പെണ്ണിനോട് കൈകൊടുത്ത് പോകുന്ന സഹോദരാ സഹോദരി, ഈ ലോകമാകുന്ന കാമുകിയുമായി സന്തോഷിക്കാൻ ഇറങ്ങിപ്പോകുന്ന നിന്നെ ദൈവം അംഗീകരിക്കുമെന്ന് കരുതരുത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കാമുകിയായവളോ ജീവിച്ചിരിക്കെ ചത്തവളാണ്. വെളിപ്പാട് പുസ്തകത്തിൽ അതാണ് പറഞ്ഞത്. ജീവൻ ഉള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ ചത്തിരിക്കുക. എന്താ ആരാധനയിൽ കയ്യടിയില്ലാത്തത്, പാട്ടില്ലാത്തത്, സ്തോത്രമില്ലാത്തത്, അന്യഭാഷ വരാത്തത്? ഇന്ന് ആരാധനയും മറ്റു ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുകയല്ലേ നമ്മൾ? ഇന്ന് പകൽ വ്യക്തിപരമായ ആരാധനയിലേക്ക്, പ്രാർത്ഥനയുടെ അനുഭവങ്ങളിലേക്ക്, ദൈവിക വിശുദ്ധിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവാത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ. ഞാൻ എന്റെ വാക്യത്തിന്റെ വിരാമം കുറിച്ചേ മതിയാകുള്ളൂ. എന്തുകൊണ്ടും എനിക്കറിഞ്ഞുകൂടാ. ആത്മാവ് വളരെ ശക്തമായി ഇന്ന് പകൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് പോലും എത്തുവാൻ എനിക്ക് കഴിയാതെ പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എന്നാൽ ദൈവാത്മാവിന്റെ നിയോഗമാണ് എനിക്ക് വിഷയം. ദൈവമക്കളെ ശ്രദ്ധിക്കൂ. ഇവിടെ നാം വായിച്ചത്, പ്രാർത്ഥിക്കുന്നവന്റെ മുഖഭാവം മാറി. മുഖഭാവം മാത്രമല്ല, അവന്റെ വസ്ത്രവും വെണ്മയായി തീർന്നു. മുഖഭാവം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ട് അവൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം വെണ്മയായെങ്കിൽ ആ വസ്ത്രം വെണ്മയായത് ലോകത്തെ കാണിക്കുന്നു. ഇവനൊരു ദൈവവൈതലാണ്, ഇവനൊരു ദൈവവൈതലാണ്, ഇവനൊരു അഭിഷക്തനാണ്, ഇവനൊരു അഭിഷക്തയാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്താനാണ് അവന്റെ വസ്ത്രം വെണ്മയായെന്ന് പറഞ്ഞത്. നീ ആരാണെന്ന് ലോകമറിയണം. ഇവിടുത്തെ ഒരു പോലീസുകാരനെ കണ്ടാൽ തിരിച്ചറിയണം. ശ്രദ്ധിക്കൂ. നമുക്കറിയാം യൂണിഫോം കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? ലോകം ഒരു കാലത്ത് വേർപെട്ട ദൈവമക്കളെ തിരിച്ചറിയാൻ ലോകം കണ്ട ചില മാർഗങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. കർത്താവിന്റെ വിധേയദാസൻ ഡോക്ടർ ഏഴംകുളം സാൻകുട്ടിയുടെ ഭാര്യ, അദ്ദേഹം അമേരിക്കയിലായിട്ട് ദീർഘവർഷങ്ങളായി. നിങ്ങൾ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് വിളിച്ചു ചോദിക്ക്, എന്താ കാര്യം? കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് അദ്ദേഹം കേരളത്തിൽ വന്നു. അങ്ങനെ കേരളം കാണാനൊരു ബസ് ടൂറിന് പുറപ്പെട്ടു. അതിന്റെ ഫ്ലാറ്റുകൾ അവർ അടിച്ചിറക്കിയിട്ടുണ്ട്.
ഈ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം കയറുമ്പോൾ പുള്ളിക്കാരത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ആ ഗൈഡ് പറഞ്ഞു, വിശ്വാസികൾക്കാർക്കും അമ്പലത്തിനകത്ത് പ്രവേശനമില്ല. എന്താ പറഞ്ഞത്? വിശ്വാസികളല്ലേ അമ്പലത്തിൽ പോകേണ്ടത്. പക്ഷെ ആ ഗൈഡ് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായ പുള്ളിക്കാരത്തി തിരിച്ചു വന്ന ഗൈഡിനോട്, പുള്ളിക്കാരത്തി അമ്പലത്തിൽ കയറിയില്ല, അവിടെ നിന്നു, ബസ്സിനകത്തിരുന്നു. കുറെ ആളുകൾ വന്ന് മടങ്ങി യാത്ര ചെയ്തു. ഒടുവിൽ ആ സഹോദരി ആ പ്രിയപ്പെട്ടവനെ വിളിച്ചു ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ആ ഗൈഡ് എന്താ പറഞ്ഞെന്നറിയാമോ? നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളൊരു ദൈവപിതനാണെന്ന്, ഒരു വിശ്വാസിയാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തുകൊണ്ടാ മനസ്സിലായത്? ആഭരണം ധരിക്കാതെ ഒരു കാലത്ത് പെന്തക്കോസിന്റെ മുഖമുദ്രയായിരുന്നു ആഭരണ നിഷേധം. അത് ഉപദേശമാണോ എന്ന് ചോദിച്ചാൽ ഇന്ന് പകൽ ഒരു വാക്കുകൊണ്ട് മറുപടി പറയാൻ കഴിയത്തില്ല. പക്ഷേ ഒരു കാലത്ത് പെന്തക്കോസ്തരെ തിരിച്ചറിയാൻ ലോകം കണ്ട മുഖമുദ്രയാണ് ആഭരണം ഉപേക്ഷിച്ചവർ. കെട്ടുതാരി പറിച്ച് കലക്കവെള്ളത്തിൽ മുങ്ങിയിറങ്ങിയവരുടെ തലമുറ പറയുന്നു, ആഭരണം ഇട്ടത് കൊണ്ട് കുഴപ്പമില്ല, അവര് മോതിരം ഇട്ടത് കൊണ്ടോ ഒരു ചെറിയ മാലയിട്ടത് കൊണ്ടോ ഒന്നും കുഴപ്പമില്ല പക്ഷേ പുറത്തേതല്ല ദൈവം നോക്കുന്നത്. അതിലൊത്തിരി തെളിവുകൾ അവർക്കുണ്ടാകാം. പക്ഷെ ഞാൻ പറഞ്ഞത്, ലോകം നമ്മെ വിലയിരുത്തിയത് അങ്ങനെയാണെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ നമുക്കൊരു സാക്ഷ്യം ഉണ്ടാകണം. വസ്ത്രം തിളങ്ങുന്ന വെണ്മയായി തീർന്നു. ഇന്ന് പകലിൽ ദൈവമക്കളെ, പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രാർത്ഥനയിൽ നമ്മിൽ വരേണ്ട യഥാർത്ഥ രൂപാന്തരത്തിലേക്ക്, ആഴമായ മനപരിവർത്തനത്തിലേക്ക്, വിശുദ്ധീകരണത്തിലേക്ക് ഈ ദിവസങ്ങളിൽ കടന്നു വരുവാൻ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. രണ്ട് കാര്യങ്ങളുടെ പറയാൻ എനിക്ക് ചിന്തയുണ്ടെങ്കിലും വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഇനിയും ഏതെങ്കിലും ഒരു ദിവസത്തിന് ബാക്കി ദൈവം അനുവദിച്ചാൽ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം. ശ്രദ്ധിക്കൂ, മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം, മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. അത് ഒരുപക്ഷെ പ്രാർത്ഥനയുടെ മറുപടികൾ പെട്ടെന്ന് വെളിപ്പെട്ടില്ല എന്ന് വന്നതുകൊണ്ട് നിരാശപ്പെടേണ്ട. മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ സംബന്ധിച്ച് ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വേദപുസ്തകത്തിൽ ഒത്തിരി ചിന്തകൾ, ഒത്തിരി ചരിത്രങ്ങൾ ആ വിഷയത്തിലുണ്ട്. മടുത്തുപോകാതെ പ്രാർത്ഥിച്ച് വിടുതല പ്രാപിച്ചൊത്തിരി ഭക്തന്മാർ, ഭക്തകൾ, ഒത്തിരി ദൈവജനമുണ്ട്. ദൈവമക്കളെ, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദൈവം ഒരുപക്ഷെ ദീർഘക്ഷമ കാണിച്ചെന്ന് വരാം. എങ്കിലും അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ദൈവമേ, നമുക്കൊരു പ്രതിയോഗിയുണ്ട്. നമ്മുടെ പ്രതിയോഗി പിശാചാണ്. നമ്മുടെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി നമ്മെ രക്ഷിക്കുവാൻ. നമ്മുടെ പ്രതിയോഗി നമ്മുടെ അളിയനല്ല, നമ്മുടെ പ്രതിയോഗി നമ്മുടെ സഭയിലെ പാസ്റ്ററല്ല, നമ്മുടെ പ്രതിയോഗി നമ്മുടെ കൂട്ടുവിശ്വാസിയല്ല, നമ്മുടെ പ്രതിയോഗി നമ്മുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ അല്ല, നമ്മുടെ സ്വന്തം ബന്ധങ്ങളല്ല, സ്നേഹിതരല്ല, കൂടെ ജോലി ചെയ്യുന്നവരല്ല. ഒരുപക്ഷെ അവരിലൂടെ പിശാച് പ്രവർത്തിച്ചുകൊണ്ടായിരിക്കാം. പക്ഷെ നിന്റെ പ്രതിയോഗി ആത്യന്തികമായി പിശാചാണ്. ഇന്ന് മകൻ നിലവിളിക്കുന്ന ദൈവമെതിരെ, കരയുന്ന ദൈവമെതിരെ, നിനക്കെതിരായി പിശാച് ഒരുപക്ഷെ ചിലരെ ഉയർത്തിയെടുത്തുകൊണ്ട് വന്നെന്ന് വരാം, അവരിലൂടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വരാം. എന്നാൽ ആത്യന്തികമായി തിരിച്ചറിയൂ, നിന്റെ പ്രതിയോഗി അവരല്ല, പിശാചാണ്. ഇന്ന് പകൽ നിനക്കെതിരായി പിശാച് ചിലരെ എഴുന്നേൽപ്പിക്കുന്നെങ്കിൽ ഇന്ന് പകൽ രാപ്പകൽ നിലവിളിക്കുന്ന ദൈവമെതിരെ നിലവിളിക്കുന്ന നിന്റെ കാര്യത്തിൽ അവൻ ദീർഘക്ഷമയുള്ളവനാണെന്ന്, അല്ല ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്ന്, ദൈവം എന്റെ പ്രാർത്ഥന മറന്നു കളഞ്ഞുവോ എന്ന്, എന്താ എനിക്കൊരു വിടുതൽ ചോദിക്കുന്നെങ്കിൽ രാപ്പകൽ നിലവിളിക്കുന്ന നിന്റെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ചോദ്യമാണ് ഇന്ന് പകൽ. ചോദ്യം നിങ്ങൾക്കിടുകയാണ് ഞാൻ. രക്ഷിക്കയില്ലയോ? ജീവിതത്തിന്റെ 100 അനുഭവങ്ങളിൽ ഇറങ്ങി വന്ന് വിടുവിച്ചവന്റെ കരം കണ്ടവരല്ലേ നമ്മൾ. അങ്ങനെയെങ്കിൽ ഇന്ന് പകരം നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, നീ നിലവിളിക്കുന്ന വിഷയത്തിൽ, നിന്നെ കരയിപ്പിക്കുന്ന വിഷയത്തിൽ, നീ ഞെരുങ്ങുന്ന വിഷയത്തിൽ നിന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി നിന്നെ രക്ഷിപ്പാൽ അവൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവമാകയാൽ പ്രാർത്ഥനയിൽ മടുത്തുപോകാതെ ആത്മാവിൽ എരിവുള്ളവരായി ശക്തിയോട് പ്രാർത്ഥിച്ചു മുന്നേറുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ സർവശക്തനായ ദൈവം പിന്നെയും കൃപയും ബലവും അതിനുള്ള നിയോഗവും ആലോചനയും തന്ന് ശക്തി വന്ന് വഴിനടത്തട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഈ പ്രേരണകളുടെ ഉത്തരവാദിത്തപ്പെട്ടവരോട് സഭയോട് ദൈവദാസന്മാരോട് നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ വിരാമം കുറിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.